അലയൻസ് എയറിന്റെ കൊച്ചി അഗത്തി സർവീസ് വീണ്ടും മുടങ്ങി. യാത്ര തുടരാനാകാതെ പ്രതിസന്ധിയിലായി അഗത്തിയിലേക്കുള്ള യാത്രക്കാർ. വിമാനത്തിൽ നിന്ന് ഇറങ്ങാതെ യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ്. ഇന്നലെയും സർവീസ് മുടങ്ങിയത്. വളരെ മോശമായ രീതിയിലാണ് 2 ദിവസമായിട്ട് അലയൻസ് എയർ കാണിച്ചുകൊണ്ടിരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ തൊട്ട് ഞങ്ങൾ ഇവിടെ ദൂരത്തിലാണ്. ഇന്നലെ ഞങ്ങൾ ഫ്ലൈറ്റ് 1:50 പോകേണ്ട ഫ്ലൈറ്റ് 2:50 യാത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് തിരിച്ച് വന്നിട്ട് പോലും ഫ്ലൈറ്റ് ഡിലേ ആയി തിരിച്ച് അവിടെ ലക്ഷദ്വീപിന്റെ കവരത്തി ദ്വീപിന്റെ മേലെ കൂടെ പോയി തിരിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് 1.5-2 മണിക്കൂർ ഇവിടുത്തെ മാനേജർമാരെ കാത്തിരുന്നു. അവരൊരു ഒരു വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. രണ്ടാമത്തെ ദിവസമാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. തിരിച്ച് വീണ്ടും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അഹമ്മദ് മുജ്തബ വിവരണവുമായി കൊച്ചിയിൽ നിന്ന്. മുജ്തബ, എന്താണ് വിമാനം മുടങ്ങാനുള്ള കാരണം? സാങ്കേതിക തകരാറാണ്? കാലാവസ്ഥ പ്രതികൂലമാണ് എന്നാണ് അലയൻസ് എയറിന്റെ അധികൃതർ അറിയിച്ചത് എന്നാണ് യാത്രക്കാർ പറയുന്നത്. നമ്മൾ നേരിട്ട് അലയൻസ് എയറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. സിയാലിൽ വിളിച്ചു. സിയാൽ പറഞ്ഞത് ചില പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. വിമാന സർവീസ് കാലതാമസം ഉണ്ടായതായി വെബ്സൈറ്റിൽ ഉണ്ട്. പക്ഷേ കൃത്യമായ കാരണങ്ങൾ അറിയണമെങ്കിൽ അലയൻസ് എയറിൽ തന്നെ ബന്ധപ്പെടണം എന്നാണ് അധികൃതർ പറഞ്ഞത്. ആ നമ്പറിൽ നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവരെ കണക്റ്റഡ് ആവുന്നില്ല. പക്ഷേ ATC ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം കാലാവസ്ഥ പ്രശ്നമില്ല. ലക്ഷദ്വീപിലേക്ക് പല സർവീസുകൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. മറ്റു വിമാനങ്ങൾ അടക്കം സർവീസ് നടത്തിയിട്ടുണ്ട് എന്നാണ് ATC അറിയിച്ചതായി ഈ യാത്രക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അലയൻസ് എയറിന്റെ ആളുകൾ ഈ യാത്രക്കാരോട് പറഞ്ഞത് ഇന്നലെ 1:50 പുറപ്പെടേണ്ട വിമാനം 2:50 പുറപ്പെട്ടു. കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. പക്ഷേ ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിൽ അത് എത്തിയില്ല. തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ പറന്നു. ആ യാത്രക്കാരാണ് ഇന്ന് പകരം ക്രമീകരണം ഏർപ്പെടുത്തി ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ ആ വിമാനത്തിൽ കയറിയത്. ഇന്നും സമാനമായ രൂപത്തിലാണ് ഇപ്പോൾ പ്രശ്നമുണ്ടായത്. വിമാനം കൊച്ചിയിൽ നിന്ന് പറന്നു. പക്ഷേ ലക്ഷദ്വീപിന് പരിസരത്ത് എത്തി തിരിച്ച് കാലാവസ്ഥ പ്രതികൂലമാണെന്ന് അറിയിച്ച് വിമാനം തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ പറന്നു. ഇപ്പോൾ എന്തായാലും ആ യാത്രക്കാർ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ വിഷയത്തിൽ ഒരു പരിഹാരമാകാതെ അവർ ഇറങ്ങുന്ന പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ലക്ഷദ്വീപിലേക്കൊക്കെ ഈ അവധിക്കാലം കൂടി കണക്കിലെടുത്ത് ഇവിടെ സ്ഥാപനങ്ങളൊക്കെ അടക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറെ അധികം ആളുകൾ കപ്പലിന്റെ പ്രശ്നമുണ്ട്. സ്വാഭാവികമായും വിമാനത്തെ ആശ്രയിക്കുന്ന ആളുകളാണ്. വലിയ തുക ടിക്കറ്റ് എടുത്ത് പറക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് യാത്രക്കാർ തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ സമാനമായ പ്രശ്നം അലയൻസ് എയറിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് പറയുന്നത്. ഭക്ഷണം ഉൾപ്പെടെ മുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വിമാനത്തിൽ നിന്ന് ഇറങ്ങാതെ ഇപ്പോൾ യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ്.